നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അയ്യപ്പൻ വിളക്ക് കൊളുത്താൻ വേണ്ടി തിരുമേനി തുടങ്ങുവാണ്. ആ സമയത്ത് ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അകത്തേക്ക് നോക്കിക്കൊണ്ട് കമല വേദ എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. വേദ ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദ അങ്ങോട്ട് വല്ലാത്തൊരു വിഷമ. പക്ഷെ സുന്ദരിയായെന്ന് പറഞ്ഞാലും അവളുടെ മുഖത്ത് ആ സമയത്തും ഒരു സങ്കടഭാവമായിരുന്നു വേദയുടെ. അങ്ങനെ വേദ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല വെച്ച്, മോളെ നീ എവിടെയായിരുന്നു? ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയാണ്. അങ്ങനെ വേദ അവിടെ വന്ന് നിന്നു. ഈ സമയത്ത് തിരുമേനി വിളക്കൊക്കെ കൊളുത്തി അയ്യപ്പൻ വിളക്ക് തുടങ്ങുവാണ്. അങ്ങനെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വേദയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭഗവാനെ, ഇനിയിപ്പം വിക്രം പോയിട്ട് വരും. ആ സമയത്ത് താനിവിടെ കാണില്ല. താൻ തൻ്റെ വീട്ടിലേക്ക് പോവാ. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണിച്ചു തരണേ. എങ്ങനെ പോകണമെന്ന് പോലും വേദയ്ക്ക് അറിയണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല സങ്കടമായിരുന്നു. പിന്നീട് അപ്പമോളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പമോൾ ആ പാട്ട് പാടുന്ന സമയത്താണ് കെട്ടുനിറയും കാര്യങ്ങളൊക്കെ നടക്കണേ. പിന്നീട് വേദ നെയ്മുദ്ര നിറയ്ക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട്. കെട്ടിനകത്ത് അരിയൊക്കെ ഇടുന്ന സമയത്തും വേദയുടെ കണ്ണുകൾ വിക്രത്തിന് നേരെ ചെന്നു. ആ സമയം വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. വിക്രത്തിനറിയാം വേദയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടെന്ന്. പക്ഷെ അതെന്താത്ത് മാത്രം അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് വിക്രം ഓർത്ത് താൻ ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വേദയുടെ വിഷമം എന്താണെങ്കിലും മാറ്റും. അതുവരെ ഇനി ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ വിക്രം തിരികെ എത്തും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു വിക്രത്തിന്റെ മനസ്സിൽ. പക്ഷെ വേദയ്ക്ക് അതായിരുന്നില്ല. വിക്രം തിരികെ വരുമ്പോഴത്തേനും താനിവിടെ കാണത്തില്ലോ, വീട്ടിലേക്ക് പോവില്ലോ. ഒരുപക്ഷെ വിക്രവുമായിട്ടുള്ള അവസാനത്തെ ഒരു ദിവസമായിരിക്കും ഇന്ന് ഈ വീട്ടിൽ. ഇനിയിപ്പോൾ താൻ പോകും. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ വേദയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു. അങ്ങനെ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് വേദയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടപ്പോൾ വിക്രം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടുന്നതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആഹാരം കഴിക്കണം. കെട്ട് താങ്ങി പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമമായിരുന്നു വേദയ്ക്കുണ്ടായിരുന്നേ. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് വേദയുടെ മുഖത്തെ സങ്കടം കണ്ടിഞ്ഞപ്പോൾ മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നിനക്കിത് എന്താ പറ്റിയത്? നിന്റെ സങ്കടമൊന്നും ഇതുവരെയായിട്ട് മാറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. വേദയ്ക്ക് അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ കമലയുടെ നെഞ്ചു പടയുന്നുണ്ടായിരുന്നു. കാരണം ഇന്നൊരു ദിവസങ്ങൾ അവിടെ കാണത്തുള്ളൂ. നാളെ പോവല്ലേ. ആ സത്യം കമലയ്ക്ക് മാത്രം അറിയത്തുള്ളൂ. എന്ത് ചെയ്യണമെന്നൊന്നും കമലയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം കെട്ടുതാങ്ങി വിക്രം ഇറങ്ങുവാണ്. വിക്രം ഇറങ്ങുന്ന സമയത്ത് വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വല്ലാത്തൊരു സങ്കടം, ഇതിനു മുമ്പില്ലാത്തൊരു സങ്കടമായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിക്രത്തിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദയെ നോക്കിക്കഴിഞ്ഞപ്പം. അങ്ങനെ കെട്ടൊക്കെ താങ്ങി അവരിറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും വേദ മുറിയിലേക്ക് വന്നു. വേദയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇന്നിങ്ങനെയാ, നാളെ എങ്ങനെയായി തീരുമെന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയത്ത് വിക്രത്തിന്റെ കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ പേര് ചേർന്നിട്ടാണ് മലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് വഴിക്ക് അറിയാവുന്ന കുറേ ക്ഷേത്രങ്ങളിലൊക്കെ കയറുന്നുണ്ട്. അങ്ങനെയാണ് അവർ പോകുന്നത്. ഈ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ചന്ദ്രശേഖരനെ കാണാൻ പോയിട്ട് പറഞ്ഞു, ഇന്ന് അവൻ മലയ്ക്ക് പോവാ. ഇന്ന് മലയ്ക്ക് പോയി നാളെ അവൻ മലയാട്ടി മറ്റന്നാളായിരിക്കും തിരിച്ചു വരത്തുള്ളൂ. പക്ഷെ ആ സമയത്ത് വേദ എന്താളും ഇവിടെ എത്തുമെന്ന് പറയണ. ചന്ദ്രശേഖരൻ പറഞ്ഞു, അവള് വരൂല, നമ്മളെ പറ്റിക്കത്തില്ലല്ലോ. അവള് പറ്റിക്കാനൊന്നും പോകുന്നില്ല അച്ഛാ. അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം വരാതിരുന്നിട്ടുണ്ട് അവൾക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഇനിയിപ്പം അവളുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് അവൾ പരാതി കൊടുപ്പിച്ചാലും ശരി, രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളെ ഒന്നും പിടിക്കാനും പോകുന്നില്ല. കാരണം വേദയുടെ പേരിലെടുത്ത ആ സിമ്മിൽ നിന്നാണല്ലോ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത്. അപ്പം പിടി വീണാലും അവൾക്ക് തന്നെ വീഴുവോളെന്ന് പറയണം. ചന്ദ്രശേഖരൻ പറഞ്ഞു, നല്ല കാര്യം, നമ്മളെല്ലാം പഴുതും അടച്ചു വേണം പൂട്ടാനായിട്ട്. അവൾക്ക് ഇനി വരാതിരിക്കാൻ പറ്റില്ലോ. അവൾ വരട്ടെ. വന്ന ഉടനെ തന്നെ ഡിവോഴ്സിന് കൊടുക്കണം. എത്രയും പെട്ടെന്ന് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുക. അവൾ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അച്ഛാ. ഇനിയിപ്പോൾ അവൾ വന്നാൽ മാത്രം മതി. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നടപ്പാക്കും. പിന്നെ ദർശൻ്റെ കാര്യം, ദർശനെ പറഞ്ഞ് സമ്മതിപ്പിച്ച വേദയും ദർശനം തമ്മിലുള്ള വിവാഹം നടത്തേണ്ട ചുമതല അത് അച്ഛനാന്ന് പറയണം. ചന്ദ്രശേഖരൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവനുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ പിന്നെ ദർശനമായിട്ട് വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ലോ. പക്ഷെ ദർശനം സമ്മതിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് കാണും. എന്നാലും അതൊന്നും സാരമാക്കേണ്ടതില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ചന്ദ്രശേഖരൻ ഉറപ്പ് കൊടുത്തു. ഈ സമയം ശ്രീനിവാസന് വക്കീലിനെ പോയി കാണുന്നുണ്ട്. വക്കീലിനെ പോയി കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു കാരണവശാലും വേദ തന്നെ കൊടുക്കാൻ പാടില്ല. കാരണം അവൾ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്.
തൻ്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് വേണം നീങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുമാത്രമല്ല, വിക്രം മലയവിട്ടി വന്ന ഉടനെ വിക്രത്തിനെ വെച്ച് വേണം ഇനി അടുത്ത കളി മുന്നോട്ട് നീക്കാനായിട്ട്. അങ്ങനെ വക്കീലിനെ കണ്ടു വന്നപ്പോൾ തന്നെ സുധ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്കിട്ടുള്ള പണി ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്രയും ദിവസം ഞാൻ വെറുതെ അവളെ വിട്ടേന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ ഭാര്യയാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. പക്ഷെ ഇനി അതുണ്ടാവത്തില്ല സുധേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവനും കൂടെ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുധ പറഞ്ഞു, അല്ല അവൻ മല ചവിട്ടിയിട്ട് വന്നാലും ഒരു പക്ഷെ നമ്മളോടൊപ്പം നിൽക്കുമോ? ഇതിപ്പോൾ വേദ പറയാം ശ്രീനേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അങ്ങനെയൊന്നും അവൻ പിന്മാറുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. അവൻ അങ്ങനെയൊന്നും പോകത്തില്ല. ശ്രീനേട്ട, വേദ എന്തായതെന്നൊക്കെ അറിയാലോ, അവള് ചില്ലറക്കാരിയല്ല, നമ്മൾ അവളെ അങ്ങനെ കാണില്ലെന്ന് പറയണം. ശ്രീനിവാസൻ പറഞ്ഞു, അവൾ എത്ര വലിയവളാണെങ്കിലും ശരി, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ മുന്നിൽ അവൾ വെറും അശു മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും വേദ മുറിയിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. അച്ഛമ്മ അങ്ങോട്ട് വന്നു. അച്ഛമ്മ ഒന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് വേദയോട്. പക്ഷെ വേദ അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. കാരണം വേദയ്ക്കറിയാം, താൻ ഇവരോടൊക്കെ കൂടുതൽ അടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു രാത്രിയും കൂടെ അല്ലേ ഉള്ളൂ, നാളെ താൻ പോവണ്ട. പിന്നീട് വേദ അവിടെ ഇരിക്കുന്ന സമയത്ത് വേദയുടെ മനസ്സിൽ കൂടെ വിക്രത്തെ തന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. താൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കാലുകുത്തിയത്, അതിനുശേഷം ഉണ്ടായ ഓരോ സംഭവ വികാസങ്ങളൊക്കെ എല്ലാം ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ താൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? വിക്രം വരാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഇവിടുന്ന് വിടത്തില്ല. വിക്രം അന്വേഷിക്കും കാര്യം, പിന്നെ അത് കണ്ടെത്തുകയും ചെയ്യും. അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും താൻ കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. തൻ്റെ ജീവിതം അതിങ്ങനെ തന്നെയാ പോട്ടെ എന്നൊക്കെ വേദ ഇങ്ങനെ ചിന്തിച്ചു. അന്നത്തെ രാത്രിയാണെങ്കിലോ വേദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രമൊക്കെ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെല്ലുവാണ്. അങ്ങനെ പേട്ട തുള്ളിയൊക്കെയാണ് വിക്രം പോകുന്നത്. വിക്രം ശരണം വിളിച്ച് കയറുന്ന സമയത്ത് വിക്രത്തിന് മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, വേദയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരണം, അവളുമായിട്ട് നല്ലൊരു ജീവിതം നയിക്കണം. കാരണം ഇത്രയും കാലത്തെ പോലെയല്ല. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഭർത്താക്കാൻ വരാമെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ആയിരുന്നില്ല. പുറമെ എല്ലാവരും കാണിക്കാൻ വേണ്ടി, ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യയും ഭർത്താവോ അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. അവൾ ആഗ്രഹിച്ച പോലെ അവൾക്കൊരു ജീവിതം കൊടുക്കണം. അവളുടെ വലിയ ആഗ്രഹമാണ് നല്ല ഒരു ജീവിതം നയിക്കണം എന്നുള്ളത്. അത് മാത്രമല്ല, അച്ഛൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. പഴയതുപോലെ ഒന്നുമല്ല, അച്ഛനും തന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഇനിയിപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇതേപോലെ തന്നെ കമലയുടെ രാത്രി കമല ഇതുപോലെ ഒരുപാട് കണ്ണുറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും കമല എഴുന്നേറ്റ് കഴിഞ്ഞാലും കമലയ്ക്ക് ഒന്നിനും തോന്നിയൊന്നുമില്ല. കാരണം വേദ പോകുമെന്ന് പറഞ്ഞ ദിവസം ഇന്നാണ്. വേദ രാവിലെ എഴുന്നേറ്റ് പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ബാഗിനകത്ത് തൻ്റെ തുണിയെല്ലാം എടുത്ത് വെക്കുവാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് കമല വന്നിട്ട് മോളെ നീ പോകാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുക. അതേമ്മേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോകുമെന്ന് പറയണം. മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വിക്രം ഒന്ന് വന്നിട്ട് അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ അവനോട് പറയുന്നത്? അത് മാത്രമല്ല, എന്തിനും ഏതിൻ്റെ ഒരു പരിഹാരം ഉണ്ടല്ലോ. ഇനി ആ ശ്രീനിവാസന്റെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ പോയി ഞാനും മാഷും പോയി സംസാരിക്കാം അയാളോട്. അയാളുടെ കൂടെ ഇനി വിക്രത്തെ വിളിക്കലെന്നൊക്കെ പറയാം. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. വേദ പറഞ്ഞു, വേണ്ടമ്മേ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ ഭാഗം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നന്ദിനി ശ്രീജയൊക്കെ വന്നു. അവർക്ക് കാര്യം മനസ്സിലായില്ല. വേദ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഭയങ്കര സന്തോഷം. മുഖത്തൊരു പൂത്തിരി കത്തിയ പോലെ നന്ദിനിക്ക്. പക്ഷെ അത് പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കുമാണ് മാഷ് അങ്ങോട്ട് വരുന്നത്. മാഷു ആ സമയത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, വേദ പോവാന്ന്. മാഷു ചോദിച്ചു, എന്താ വേദ നീ കാണിക്കണേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, നിനക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വേദ അതിന് തക്കതായ മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് അച്ഛമ്മ ചോദിച്ചു കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛമ്മേ, ഞാൻ സഹിക്കാവുന്നതിന് ക്ഷമിക്കാവുന്നതിന് പരമാവധി ക്ഷമിച്ചു നോക്കി. വിക്രം നന്നാവും തോന്നില്ല, അതുകൊണ്ട് വിക്രം വരുന്നതിന് മുമ്പ് ഞാനിവിടെ നിറങ്ങുന്നേ, ഇനി ഞാനിവിടെ നിന്നാൽ ചെയ്യാത്തില്ലെന്നൊക്കെ പറയണം. അച്ഛമ്മ എല്ലാവരും പറഞ്ഞു നോക്കി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന്. പക്ഷെ വേദ സമ്മതിച്ചില്ല. വേദ ആ വീട് വിട്ടിറങ്ങുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. വേദ ഇറങ്ങിയാലും വേദ തിരികെ വരിക തന്നെ ചെയ്യും, വിക്രം കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അവരകന്ന് കഴിയുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഇഷ്ടം അവർ മനസ്സിലാക്കുന്നത്. എത്രമാത്രം ഒരാൾ സ്നേഹിച്ചിരുന്നുള്ള കാണാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ഒരാളെക്കുറിച്ചുള്ള കൂടുതൽ തിരിച്ചറിവുണ്ടാകുന്നത്. അയാൾ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്ന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ അടിയും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.